നമ്മുടെ തൃശ്ശൂർ പൂരം കാണണമെങ്കിൽ ഗവീൽ പാർക്കിൽ നവംബർ 15-നോ 16-നോ വരിക. തൃശ്ശൂർക്കാരുടെ മാത്രമല്ല മുഴുവൻ മലയാളികളുടെയും ഏറ്റവും വലിയൊരു വികാരമാണ് പൂരം എന്ന് പറയുന്നത്, നമ്മുടെ തൃശ്ശൂർ പൂരം. അതിന്റെ സാരഥികളാണ് ബാലു തറയിൽ, ഇപ്പോഴത്തെ ജനറൽ കൺവീനറാണ് തൃശ്ശൂർ പൂരത്തിന്റെ, അതേപോലെ തന്നെ ബിന്ദു സിനർജിയുടെ. അപ്പോ എന്താണ് ഈ വർഷം? എനിക്ക് തോന്നുന്നു 2018 മുതൽ നിങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് അല്ലേ? 2018 തുടങ്ങിയതാണ്. നമ്മുടെ പ്രവാസ ഭൂമിയിലുള്ള ഒരുപാട് ആൾക്കാരുകൾക്ക് നാട്ടിൽ പോയി തൃശ്ശൂർ പൂരം കാണാൻ പറ്റാത്തതിന്റെ പേരിലും ഇവിടെയുള്ള നമ്മുടെ മക്കൾക്കൊക്കെ തൃശ്ശൂർ പൂരത്തിന്റെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഇതിന്റെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് മെയിനായിട്ട് അജിത് തോപ്പിൽ. അദ്ദേഹം കണ്ടൊരു കാര്യമാണ് ഈ ഒരു തൃശ്ശൂർ പൂരം നടത്തണം എന്നുള്ളത്. പക്ഷെ അതിനെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിനെ നമ്മളുടെ കൂടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരുമിച്ച് നിന്നിരുന്നത് രാജേഷ് മേനോനാണ്. ഈ വർഷത്തെ നമ്മുടെ തൃശ്ശൂർ പൂരം ദുബായിന്റെ സെൻട്രലിലാണ് ഇപ്പൊ നടത്താൻ പോകുന്നത്, ഗവീൽ പാർക്കിൽ. ഇപ്രാവശ്യം 2 ദിവസമാണ്, നവംബർ 15-ഉം 16-ഉം. അപ്പൊ 15-ാം തീയതി എന്തൊക്കെയാണ് നടക്കുക? 15-ാം തീയതി നമ്മള് കൊടിയേറ്റമൊക്കെ അന്നത്തെ ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആനച്ചമയം മുതലായതിന്റെ എക്സിബിഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒരു ചെറിയ മേളം ഉണ്ടായിരിക്കും. നമ്മള് അവരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? 2-ാം ദിവസം മെയിൻ അട്രാക്ഷൻ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? പഞ്ചാരി മേളം, പഞ്ചവാദ്യം ആൻഡ് ഇലഞ്ഞിത്തെറിമേളം. അതാണ് നമ്മുടെ പ്രധാനമായിട്ട് പൂരത്തിൽ വരുന്ന എലമെന്റ്സുകൾ. മേളത്തിന്റെ പ്രമാണിയായിരുന്ന ശ്രീ പെരുവനം കുട്ടന്മാരാ തന്നെയാണ് വരുന്നത്. അവിടുത്തെ ആൾക്കാരുകൾ തന്നെയാണ് അവിടുത്തെ മേളം. ഈ ആൾക്കാരെ വരുന്നത് പിന്നെ ഞാൻ പറയുമ്പോ ഇപ്പം തൃശ്ശൂര് സ്വന്തമാക്കിയ ആളുണ്ടല്ലോ, നമ്മുടെ പ്രിയങ്കരനായ MP, അദ്ദേഹം വരുന്നുണ്ട്. അന്ന് സ്പെഷ്യാലിറ്റി ഉണ്ട്, സ്റ്റാർ അട്രാക്ഷൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് സുരേഷ് ഗോപി ഉണ്ട്. നമ്മുടെ നാട്ടിലെ തൃശ്ശൂര് കാണുന്ന പുരത്ത് കാണുന്ന ജയരാജ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരുന്നത്. തലേദിവസം നമുക്ക് DJ സാവ്ലി ഉണ്ട്, പിറ്റേ ദിവസം നമുക്ക് യോഗി ശേഖർ ഉണ്ട്. സോ ഇതൊക്കെ അവരുടെ മെയിൻ അട്രാക്ഷൻസ് ആണ്. ഒബ്വിയസ്ലി അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം മാറി. പിന്നെ 15th നമുക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഗൗരി ലക്ഷ്മി ഉണ്ട്. ഗൗരി ലക്ഷ്മി പുള്ളിക്കാരുടെ പുതിയൊരു 6 പാട്ടുകളുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഇവർക്ക് എങ്ങനെ നമുക്ക് അവിടെ എത്താൻ പറ്റുക? ഐ മീൻ ഓഫ് കോഴ്സ് ഗവീൽ പാർക്കാണ്, മെട്രോ ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. ടിക്കറ്റ് ഒക്കെ എവിടെ കിട്ടും, എത്രയാണ്, എങ്ങനെയാണ്? പ്ലാറ്റിനം ലിസ്റ്റഡ് ആണ് ഓൾറെഡി. ഒരു സ്ത്രീ എന്ന നിലക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വുമൺ എംപവർമെന്റ് വരുമ്പോൾ ബിന്ദു ആണ് ഇതിന്റെ വൺ ഓഫ് ദ ലീഡിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് സാധാരണ വരുന്ന സ്ത്രീകൾക്ക് എന്ത് ഓഫറാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി ഒരു ജനകീയ പൂരം എന്നുള്ള ഒരു ഐഡിയയിൽ വെച്ചിട്ടാണ് ചെയ്ത് തുടങ്ങിയത്. 50% ഡിസ്കൗണ്ട്. ഓക്കെ, ടിക്കറ്റിന്റെ 50% ഓഫറാണ്. അടിപൊളി പൂരം കാണിക്കാനുള്ളത്. സ്റ്റുഡൻസിന് 15-ാം തീയതി സാമ്പിൾ പൂരം കാണാൻ ഫ്രീ എൻട്രി പോകും. വണ്ടർഫുൾ. അത് സ്കൂൾ വഴി തന്നെ. അപ്പൊ ഏതെങ്കിലും സ്കൂളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ മലയാളികളും മറ്റുള്ളവർക്കും നമ്മുടെ കൾച്ചർ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഗവീൽ പാർക്കിൽ ഈ പൂരം കാണിക്കാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടോളം കിട്ടും. പിന്നെ ഇനി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് 25 ടിക്കറ്റുകൾ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. 2 ദിവസം കാണാനുള്ള ഒരു പാക്ക് ടിക്കറ്റ് ആണ്. അതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊളാബ് ചെയ്ത ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, ജസ്റ്റ് പൂരം എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ബോക്സിൽ പൂരം നിലയിൽ നിന്ന് 25 തെരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് 25 ടിക്കറ്റ് കൊടുക്കാൻ പോവാണ്. കാത്തിരിക്കുന്ന കുറെ കാര്യങ്ങളും കൂടി നിങ്ങളുടെ കിറ്റിയിലുണ്ടെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് അത്? റിപ്പീറ്റേഷൻ ആണ്. അതായത് നമ്മൾ തലേദിവസം ഗൗരി ലക്ഷ്മി വരുന്നത് ഉണ്ട്. അതിന്റെ പൂരത്തിന്റെ അന്ന് നമ്മൾ ആട്ടം കലാസമിതിയും ബാൻഡാണ്, അവരുടെ ബാൻഡാണ് ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. തേക്കിൻകാട് ആൻഡ് ആട്ടം കലാസമിതിയും കൂടി ചേർന്നിട്ടുള്ളത്. നമ്മള് കൊണ്ടുവരുന്നത് നാട്ടിൽ നിന്ന് നാദസ്വരം കൊണ്ടുവരുന്നത് ചലക്കര ബ്രദേഴ്സ് ആണ്. അവരായിട്ടുള്ള ഒരു ടൈപ്പിലാണ് വെടിക്കെട്ട്. പൂരത്തിന് വെടിക്കെട്ട് ചെയ്യാൻ പറ്റാതെ നമ്മളത് ചെയ്യുന്നുണ്ട്. അതിന്റെ സാമ്പിൾ വെടിക്കെട്ട് തലേദിവസം ഉണ്ടാവും. മെയിൻ വെടിക്കെട്ട് പൂരത്തിന്റെ 2 സൈഡിൽ നിന്നിട്ട് മത്സരത്തോടു കൂടിയുള്ള കുടമാറ്റം. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യാനുള്ള. ആനകളെ 2 സൈഡിൽ നിർത്തിക്കൊണ്ട് 3 അമ്പലങ്ങളുണ്ടായിരിക്കും അവിടെ. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ള കുടമാറ്റം. 15 ദിർഹംസ് മുതൽ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കും. ഏർലി ബേർഡ് ഓഫർ ആയിട്ട് ഇപ്പം വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കിട്ടുന്നത്. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ടിക്കറ്റിനൊക്കെ വില കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലേ? ടിക്കറ്റ് വേണ്ടവർ പ്ലാറ്റിനം ലിസ്റ്റിലേക്ക് പോവുക, അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഇതുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇനി നമ്മുടെ വ്യൂവേഴ്സിനുള്ള 25 ടിക്കറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഈ പേജുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്കൊക്കെ. പിന്നെ കമന്റ് ചെയ്യുക പൂരം. അങ്ങനെ 25 തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ടിക്കറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടിച്ചു വിളിക്കാം. മുനീർ അൽ വഫ.